ആലപ്പുഴ മുഹമ്മയിൽ കാക്കകൾ ചത്തുവീണത് പക്ഷിപ്പനിയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആശങ്ക പടരുന്നു. കാക്കകളിലും രോഗബാധ ഉറപ്പിച്ചതോടെ പഠനത്തിന് സർക്കാർ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ഏപ്രിലിൽ തുടങ്ങിയ പക്ഷിപ്പനി ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല. മുഹമ്മ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ശേഷമാണ് കാക്കകൾ അസ്വാഭാവികമായി ചത്തുവീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഭോപ്പാൽ ഹൈ സെക്യൂരിറ്റി ലാബിലെ സാമ്പിൾ പരിശോധനയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഇതാദ്യമായാണ് കേരളത്തിൽ കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയിൽ കോഴികൾ ചത്തതും പക്ഷിപ്പനി ബാധിച്ചാണെന്ന പരിശോധനാ ഫലവും ലഭിച്ചു. ഏപ്രിൽ മാസത്തിൽ കുട്ടനാട്ടിലെ എടത്വായിലും ചെറുതന പഞ്ചായത്തിലുമാണ് ആദ്യം പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. താറാവുകളിലുണ്ടായ രോഗബാധ തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും പക്ഷിപ്പനിയെത്തി. തിരുവല്ല നിരണത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രം, കോട്ടയം മണർകാട്ടെ കോഴി വളർത്തൽ കേന്ദ്രത്തിലും രോഗം സ്ഥിരീകരിച്ചു. പ്രതിരോധ നടപടികളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ മാത്രം 73,662 വളർത്തുപക്ഷികളെ കൊന്നൊടുക്കി. 3 ജില്ലകളിലായി 100,000-ത്തിലധികം പക്ഷികളെ കൊന്നുകഴിഞ്ഞു. കുട്ടനാട്ടിൽ താറാവുകളിലാണ് രോഗം കണ്ടെത്തിയതെങ്കിൽ ചേർത്തല താലൂക്കിലും കോട്ടയത്തും കോഴികളിലും വളർത്തുപക്ഷികളിലുമായിരുന്നു രോഗബാധ. മനുഷ്യനിലും കന്നുകാലികളിലും വളർത്തുമൃഗങ്ങളിലും ഇതുവരെ വൈറസ് കണ്ടെത്തിയിട്ടില്ലെന്നാണ് സർക്കാർ വിശദീകരണം. കേന്ദ്ര സംഘം രോഗബാധിത മേഖലകൾ സന്ദർശിച്ചു. പക്ഷിപ്പനി ബാധ കൂടുതൽ സ്ഥലങ്ങളിൽ കണ്ടെത്തിയതോടെ പഠനത്തിനായി സർക്കാർ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. വെറ്ററിനറി സർവകലാശാല, സംസ്ഥാന മൃഗരോഗ പരിശോധനാ കേന്ദ്രം, തിരുവല്ലയിലെ പക്ഷിപ്പനി പരിശോധനാ ലാബ് എന്നിവിടങ്ങളിലെ വിദഗ്ധരാണ് സംഘത്തിലുള്ളത്. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ടർ, ആലപ്പുഴ.